ഒന്നുമില്ല കാശ് വരാ അല്ലെങ്കിൽ മതം വരാ ഇത് രണ്ടല്ലെങ്കിൽ തോളഞ്ഞടിച്ചു വിളിക്കും. താൻ എനിക്ക് കാശ് തന്നു, ഞാൻ നിനക്ക് മതാണെന്ന് തന്നു. പിന്നെ ഞാൻ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ പൊറ്റിക്ക് നോക്കണം മാറിയതോ കൊല്ലൂടാ പൊക്കതാ നടന്നു എന്തിനാണ് അവിടെ പോടാവാ. ഞാൻ പോടാ എന്റെ പറമ്പിന്ന്. തമിഴ് അവിടുന്ന് ഞാൻ പോടാന്നാ. അല്ല ശരിയാക്കി തരാം കേട്ടാ, ശരിയാക്കി തരാം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ സാറേ? ഇതേ ഇവിടെ കാഞ്ഞോണിൽ കത്തിക്കുത്തു. ആ ശരി സാറേ. സാറേ സാറേ അരമണിക്കൂറായി സാറേ അവിടെ അവർ തുടങ്ങിയിട്ട് അഭ്യാസം. എന്താ പറയുക പ്രശ്നം അറിയില്ല, രണ്ടാളും കെട്ടിപ്പിടിച്ചിട്ട് കല്ലുകൊണ്ട് കുത്തും കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുണ്ട് അവിടെ താമടോ പോടാ എന്നെ 2 പ്രാവശ്യം പറഞ്ഞു സാറേ. താമടോ എന്താ നിങ്ങളുടെ പരിപാടി? പോലീസായിരുന്നു. എൻ്റെ പൊന്നു സാറേ 3000 രൂപ എൻ്റെ മേടിച്ചിട്ടേ നോക്കിയേ, എനിക്ക് MDMA എന്ന് പറഞ്ഞ് തന്ന സാധനമില്ലേ കർപ്പൂരം, നോക്കിയേ സാർ നോക്കുന്നു. നക്കല്ലോ കർപ്പൂര. നീ എന്ത് കൊടുത്തു അവന്? 3000 രൂപ. 3000 രൂപ കൊടുത്തു, എന്നിട്ട് അവൻ കർപ്പൂരം തന്നോ? കർപ്പൂരം തന്നു. എന്താടോ ഒരു നേരും വേണ്ട കച്ചവടത്തില്? ഇത് ചീറ്റിംഗ് കേസാ, നീ അകത്ത് പോണ കേസാട്ടാ അത്. 5 മിനിറ്റ് സമയം തരും, നീ എവിടെ നിന്നാണെങ്കിലും ഈ പറഞ്ഞ വാക്ക് പാലിക്കുക. MDMA നീ എത്ര പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുകൊടുക്കുക. സാറേ ഞാൻ 3-4 വർഷമായിട്ട് കറക്റ്റായിട്ട് പോണതാ, ഇതൊരു അബദ്ധം പറ്റിയ. അബദ്ധം പറ്റാനേ ഞാൻ പുളിങ്കുരൊന്നുമില്ല എന്നെ വന്നത്. തപ്പ എടുത്തുണ്ടോ? അല്ല സാറേ, ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ലേ? അറസ്റ്റ് ഒന്നും വേണ്ടോ, ഇത് ചീറ്റിംഗ് കേസല്ലേ. ഇതാ അങ്ങോട്ട് കൊടുത്താ പ്രശ്നം തീർന്നു. പോയിട്ട് എടുത്തിട്ട് വേടാ. സത്യം പറഞ്ഞാ എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇത് എക്സൈസുകാർ വരുമ്പോഴേ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. സാധനം എൻ്റെ കയ്യിലുണ്ട്. നീ ഉണ്ടാ കൂടുതൽ. ഇത് 3000 രൂപ വരെ ഇതാട്ടാ. ഇത് ശരിയായില്ലേ സാറേ? അടിപൊളി സാധനല്ലേ ഇത് ഒറിജിനൽ. അതെ, 3-4 മാസം കോടതി കേസൊക്കെ ആയിട്ട് നടക്കേണ്ട സംഭവം ഇട്ടത് നമ്മുടെ സാറിത് ഒരു നിമിഷം കൊണ്ടാണ് ശരിയാക്കുന്നത്. മനസ്സിലാവണ്ട? അപ്പോൾ എല്ലാവരുടെയും എല്ലാം ശരിയായില്ലേ? ഇനിയിപ്പോൾ ജീപ്പ് വരും. ആ കൊടുത്തവനും വാങ്ങിയവനും ആ വണ്ടിയിലാണ് കയറിയിരുന്നു. നിന്റെ ആ മൊത്തം പൊതി അടക്കം അങ്ങോട്ട് കയറിക്കോട്ടെ. മനസ്സിലായില്ലേ? ഈ CDMA എന്താണെന്ന് നിനക്ക് മനസ്സിലായ? MDMA എന്ന് പറഞ്ഞാൽ ഈ അടുത്ത തലമുറേനെ നശിപ്പിക്കാൻ ചൈനയും പാകിസ്ഥാനും ഇറക്കണ ഒരു സാധനമാണ്. ഈ സാധനം വെച്ചിട്ട് നിങ്ങളുടെ കുടുംബം നശിച്ചു. ഞാൻ അടുത്ത തലമുറേനെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ജീപ്പ് എത്തിയിട്ടുണ്ട്, 2 പേരും കയറിയിരിക്കും. സാറേ ഒന്ന് നോക്കിക്കട്ടെ വരാ.